സോ ഹായ് ഗൈസ്, ഇപ്പം ഞാൻ നിങ്ങളോട് ട്രേഡിംഗ് സൈക്കോളജി എന്താണ് അല്ലെങ്കിൽ റിസ്ക് മാനേജ്മെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പല ആൾക്കാരും എനിക്ക് തരുന്ന ഒരു കോമൺ ആൻസർ ആയി കാരണം ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യണം, ഗ്രീഡ് ഇല്ലാതെ ട്രേഡ് എടുക്കാൻ പഠിക്കണം, ഫിയർ ഇല്ലാതെ ട്രേഡ് എടുക്കണം, ഒരു ജേണൽ എഴുതണം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ റിസ്ക് മാനേജ്മെൻറ്റ് പ്ലാൻ നമുക്ക് വേണം. ദീസ് ആർ ദ കോമൺ ആൻസേഴ്സ് യു ഗീവ് ടു മീ. സോ ഞാൻ എക്സാമ്പിൾ പറയണം, ഒരു ഫുട്ബോൾ പ്ലെയർ, അവൻ്റെ ഏറ്റവും വലിയ വെപ്പൺ എന്താ? അവൻ്റെ കാലാണ്. ലിറ്ററലി ഹീ നീഡ് ടു സ്റ്റഡി മോർ അബൌട്ട് ഹിസ് ലെഗ്. ലൈക്ക് അവനൊരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ഓനക്ക് മനസ്സിലാവണം അത് ക്രാമ്പാണ് അല്ലെങ്കിൽ ആംസ്ട്രിങ് ആണ് എന്നൊക്കെ ഓന് മനസ്സിലാവും. ലിറ്ററലി ഈസ് എൻഗേജിങ് വിത്ത് ഗെയിം വെരി വെൽ വിത്ത് ഹിസ് ലെഗ്. സോ അതേമാതിരി തന്നെ ട്രേഡിങ്ങിൽ നമ്മളുടെ ഏറ്റവും വലിയൊരു വെപ്പൺ എന്താണ്? നമ്മുടെ മൈൻഡാണ് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനാണ്. സോ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട എന്താണ്? നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നുള്ളത്. ഇപ്പോൾ സാധാരണ ട്രേഡിങ്ങിൽ എല്ലാവരുടെയും 95% ഓഫ് ആൾക്കാർ ട്രേഡിങ്ങിൽ ലോസ് ചെയ്യാനുള്ള മെയിൻ റീസൺ ലൈക്ക് മൈൻഡാണ്. എനിക്ക് എൻ്റെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കോമൺ റീസൺ എല്ലാവരും പറയുന്നത്. സോ നിങ്ങൾ എന്താണ് ഇനി ചെയ്യുന്നത്? സൊല്യൂഷൻ എന്താ ചെയ്യുന്നത്? ലിറ്ററലി ഹൗ ഇൻസ്റ്റാഗ്രാം, ഹൗ സോഷ്യൽ ഇൻഫ്ലുവൻസ് ടീച്ചിങ് അസ് ലൈക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർ പറയുന്നൊരു ഉത്തരം അല്ലെങ്കിൽ സൊല്യൂഷൻ എന്താണ്? നിങ്ങൾക്കൊരു ട്രേഡിംഗ് പ്ലാൻ വേണം, നിങ്ങൾ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യണം, അത് വരുമ്പോൾ അല്ലെങ്കിൽ ട്രസ്റ്റ് സിസ്റ്റം സെറ്റപ്പ് വന്നാൽ എടുക്കണം. അതൊന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. തൊള്ളുകൊണ്ട് പറയുന്ന മാതിരി അത്ര സിമ്പിളല്ല. നിങ്ങൾക്ക് ആ ഒരു ബോധ്യം ഉണ്ടാവും, ഓക്കെ നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ ഒരു ബോധ്യം ഉണ്ടാവും, പ്രോപ്പറായിട്ട് ചെയ്യണം. ബട്ട് ആ ഇമോഷൻ വരുമ്പോൾ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം അതിന് റീസൺ എന്താണ്? അതിനുള്ള സൊല്യൂഷനാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. ഹൗ ലിറ്ററലി അവർ ബ്രെയിൻ വർക്ക്. ദറ്റ് സയൻസിൽ പറയുന്നൊരു ടേമാണ് ന്യൂറോ സയൻസ്. അത് നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രേഡിങ് വളരെ സിമ്പിളായി. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയണം, നമുക്ക് നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ട്രേഡിങ് ഈസ് വെരി വെരി സിമ്പിൾ. ലിറ്ററലി യു നോ ദാറ്റ് ട്രേഡിങ് ഈസ് മൈൻഡ് ഗെയിം. നമുക്ക് ആ ഒരു ഇമോഷൻ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് തിങ്ക് ചെയ്യേണ്ടത്, ആ ഒരു ഇമോഷൻ നമുക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ട്രേഡിങ് ഈസ് വെരി വെരി സിമ്പിൾ. സോ സീ യു സൂൺ.